ഇത് നേരിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? നേരിട്ട് കൊടുക്കാൻ പറ്റൂല. ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ കിയോസ്ക്, കാർട്ട്, എക്വിപ്മെന്റ്, അതുപോലെ മോമോസ്, പലതരം മോമോസ് പല കളറിലാണ് നമ്മളിവിടെ കാണുന്നത്. ചൂടായിരിക്കുന്ന മോമോസ് ആണ്. അതിനെ മൈനസ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റ് ചില്ലറിലേക്ക് മാറ്റുന്നത്. 25,000 മോമോസ് ഒരു ഷിഫ്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പച്ച കളറിൽ ഒരു മോമോ കാണാം. ഇതെന്താണ്? അതിലാണ് ഈ ഫില്ലിങ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതെ, മെഷീനിൽ നിന്ന് ബോൾ വരുന്നു. ബോള് നമ്മൾ പത്തിരി ആക്കിയിട്ട് ഇത് പിന്നെ നമ്മൾ പരത്തിയെടുക്കണം അല്ലേ? പരത്തിയെടുക്കും. F0 എന്ന് പറഞ്ഞത് എറണാകുളം ജില്ലയിൽ മോമോ മാഫിയ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് കേട്ടോ. അതായത് നമ്മൾ മോമോസ് ഒക്കെ ഉണ്ടാക്കുന്ന നാട്ടില്ല, ഈ മോമോസ് ഉണ്ടാക്കിയിട്ട് കേരളം മുഴുവനും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കമ്പനിയാണ് മോമോ മാഫിയ എന്ന് പറയുന്നത്. മോമോ മാഫിയയുടെ സെൻട്രൽ കിച്ചണിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മോമോസ് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, നമുക്കൊരു വരുമാന മാർഗത്തിനുള്ള വലിയൊരു സാധ്യത കൂടി മോമോ മാഫിയ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് മോമോ മാഫിയയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ആദിലാണ്. അതില് ഇവിടെ ഈ ഒരു മോമോ മാഫിയ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഏകദേശം 10 വർഷത്തിന് മേലായിട്ട് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോമോസ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമൊക്കെ നിങ്ങൾ എത്ര ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഒരു ദിവസം നമ്മളിവിടെ 2 ഷിഫ്റ്റ് ആയിട്ടാണ് മോമോസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഷിഫ്റ്റിൽ തന്നെ നമുക്ക് 25,000 മേലെ 25,000 മോമോസ് ഒരു ഷിഫ്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്. 25,000 മേലെ മോമോസ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഷിഫ്റ്റിൽ ഏകദേശം 10,000-15,000 അടുത്ത് അങ്ങനെ അത് വേറെ നടക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ മെയിൻ ആയിട്ട് അറിയേണ്ടത്, നിങ്ങൾ ഈ മോമോസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇത് മോമോസ് ഉണ്ടാക്കുന്നതിന് ചെറിയ പണിയല്ല. കാരണം അതിന്റെ ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം, എന്നാലേ ആളുകൾക്ക് ഇഷ്ടാവുള്ളൂ. പിന്നെ അതിന്റെ ടേസ്റ്റ്. എത്ര ടൈപ്പ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്? നമ്മള് നിലവിലിപ്പോ 10 വെറൈറ്റീസ് ഓഫ് മോമോസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. 10 വെറൈറ്റീസ് ഓഫ് മോമോസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് പോകുന്നത് ചിക്കൻ, വെജ്, ബീഫ്, ഇതാണ് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ ചിക്കന്റെ ബൈ പ്രോഡക്ട്സ് വേറെയും ഉണ്ട്, ബീഫിന്റെ ഒന്നുള്ളൂ. വെജിന്റെയും ബൈ പ്രോഡക്ട്സ് വേറെ ഉണ്ട്, പനീർ, മഷ്റൂം, അങ്ങനെ വേറെയും ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടത് ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടെ ഒരു പ്രോസസ് നടക്കുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇനീഷ്യലി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ആവശ്യത്തിന് ഉപ്പ് തുടങ്ങിയവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കന്റെ കീമ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. മഷ്റൂം ആണെങ്കിൽ മഷ്റൂമിന്റെ കീമ ആഡ് ചെയ്യും. ഇതിന് ശേഷം ഇതിന്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള മാവ് തയ്യാറാക്കുന്ന ഒരു പ്രോസസ് ആണുള്ളത്. മെഷീൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ബോൾ നമ്മൾ തയ്യാറാക്കുന്നത്. മെഷീനിൽ നിന്ന് ബോൾ വരുന്നു. ബോൾ നമ്മൾ പത്തിരി ആക്കിയിട്ട് അതാണ് ഔട്ടർ ലെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പരത്തിയെടുക്കും. ചെറിയ ചെറിയ രീതിയിൽ പരത്തിയെടുക്കുന്നത്. ചെറിയ രൂപത്തിലാണ്, ചെറിയ ബോൾ ആക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഞാൻ കരുതി വലിയ രീതിയിൽ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ സിസ്റ്റം ഒന്നുമല്ല. ഈ സൈസിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ചെറിയ സൈസിൽ തന്നെയാണ് ഇത്. ചെറിയ ബോൾ ആക്കിയിട്ട് ബോൾ പരത്തിയെടുത്തിട്ട് അതിലാണ് ഈ ഫില്ലിങ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതെ, മോമോസിന്റേതായിട്ടുള്ള ഷേപ്പുകൾ ഉണ്ട്. നമ്മളിപ്പോ വെജ് ആണെങ്കിൽ വെജിന് റൗണ്ട് ഷേപ്പിലും, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ബീഫ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഇതിനും ഓരോത്തിനും ഓരോ ഷേപ്പുകൾ. അത് നമുക്ക് പുറത്ത് കണ്ടാൽ മനസ്സിലാകും. ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ സ്റ്റാഫുകൾ ഉണ്ട്. ഒരുപാട് വർഷക്കാലം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൈ കൊണ്ടാണ് അവര് ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. അടുത്തതായി നമ്മൾ ഇതിനെ സ്റ്റീം ചെയ്യുന്നു. അതായത് ഈ പച്ചയായിട്ടുള്ള മോമോസിനെ നമ്മൾ സ്റ്റീം ചെയ്തതിന് ശേഷമാണ് തണുപ്പിക്കുന്നത്. ഇത് നേരിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? നേരിട്ട് കൊടുക്കാൻ പറ്റൂല. ഓ, അത് ശരി. ഇതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടി ട്രേയിലേക്ക് മാറ്റി വെച്ചിട്ട് ബ്ലാസ്റ്റ് ചില്ലറിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ഉള്ള മോമോസ് ചൂടായിരിക്കുന്ന മോമോസ് ആണ്. അതിനെ മൈനസ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റ് ചില്ലറിലേക്ക് മാറ്റുന്നത്. തണുപ്പിച്ചതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്തതിന് ശേഷം കോൾഡ് സ്റ്റോറേജിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടുന്നാണ് നേരെ പിന്നെ കോൾഡ് സ്റ്റോറേജിലേക്ക് പോകുന്നത്. അതെ, അതിനുശേഷം ഓർഡറുകൾ അനുസരിച്ച് നമ്മൾ അയക്കുന്നതാണ്. അത് എത്ര ദൂരത്താണെങ്കിലും നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കും? എത്ര ദൂരത്താണെങ്കിലും കൊടുക്കും. നമ്മളിപ്പോ നിലവിൽ ഓൾ കേരള ഉണ്ട്. ഇൻ കേസ് ഇനിയിപ്പോ പുറത്തുനിന്ന് ഓർഡർ വന്നാലും നമ്മൾ കൊടുക്കും. റെഡിയാണ്. ഈ കാണുന്നതൊക്കെ കണ്ടത് നിങ്ങൾ പലതരം മോമോസ് പല കളറിലാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നത് ഇതേതാണ് വരുന്നത്? ഇത് ടിക്ക മോമോ. ഇതിനകത്ത് ചിക്കൻ ടിക്ക ഫില്ലിംഗ് ആണ്. ഇതിന്റെ ഔട്ട്സൈഡ് നമ്മളൊരു ഓർഗാനിക് കളറിംഗ് യൂസ് ചെയ്യുന്നത്. ക്യാപ്സിക്കം വെച്ചിട്ട് ഓർഗാനിക് കളർ വെച്ചിട്ട് റെഡിഷ് കളർ, പിങ്കിഷ് കളർ വരും. ഓർഗാനിക് ആണ്, കംപ്ലീറ്റ്ലി ഓർഗാനിക്. ഇത് സ്മോക്കി ബാർബിക്യൂ. ഇത് ബാർബിക്യൂ ഫ്ലേവർ ആണ്. ഇത് അമേരിക്കൻ ഫ്ലേവർ ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് എല്ലാവർക്കും അറിയാം ഈ ഫ്ലേവർ. ഓക്കെ, ഇത് ബേസിക്, ഏറ്റവും ബേസിക് നോർമൽ ഫ്രൈഡ് മോമോ. ദിസ് ഇസ് ക്ലാസിക്. ഇങ്ങനെയാണ് ആക്ച്വലി മോമോ കഴിക്കേണ്ടത്. സ്റ്റീം ചെയ്ത് മാത്രമുള്ളത്. ഇത് ഷെസ്വാൻ മോമോസ്. കുറച്ച് സ്പൈസി, കുറച്ച് സ്വീറ്റ് ആയിട്ട് വരുന്നത്.
ഇതൊരു തവ ക്രീമി, കുറച്ച് ക്രീം കുറച്ച് ചീസൊക്കെ മിക്സ് ചെയ്ത് വരുന്ന, മുകളിൽ കുറച്ച് ഹാലപ്പീനോസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ സെർവ് ചെയ്യുന്നത്. ഇവിടെ ഒരു പച്ച കളറിൽ ഒരു മോമോ കാണാം, ഇതെന്താണ്? അത് ഹരിയാലി മോമോ, ഇതൊരു നോർത്ത് ഇന്ത്യൻ ചെയ്യുന്നത്. മിന്റും ഒക്കെ കൊണ്ട് ഇൻസൈഡ് ചിക്കനും ഹരിയാലി ഫില്ലിംഗ് ആണ്. പിന്നെ കവറിങ് ഇതേപോലെ നമ്മൾ ചീരനെ കൊണ്ട് ഡിറൈവ് ചെയ്യുന്ന ഒരു ഓർഗാനിക് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് എക്സ്ട്രാ കളർ കൊടുത്തൊന്നുമില്ല, എക്സ്ട്രാ കളർ, നാച്ചുറൽ കളറാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു. നമ്മൾ തുടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മളൊരു സംരംഭം തുടങ്ങാനുള്ള ആഗ്രഹിക്കുന്നവർക്കുള്ള വലിയൊരു സപ്പോർട്ട് കൂടി നിങ്ങൾ കൊടുക്കുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇൻ കേസ് ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കിയോസ്ക്, കാർട്ട്, എക്വിപ്മെന്റ്, അതുപോലെ മോമോസ്, അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ്, ഇങ്ങനെ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും. അത് എവിടെ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? കേരള നിങ്ങൾ എവിടെ സംരംഭം തുടങ്ങിയാലും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും എല്ലാ സപ്പോർട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. കേരളത്തിൽ എവിടെയാണെങ്കിൽ റെഡിയാണ്, കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ വെറൈറ്റി മോമോസ് എല്ലാം നിങ്ങൾ എത്തിച്ചു കൊടുക്കും? എല്ലാ മോമോസും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ചിക്കൻ, ബീഫ്, വെജ് തുടങ്ങിയ എല്ലാ വെറൈറ്റി മോമോസും നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. നമ്മുടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ഒരു മോമോസിൽ തന്നെ പല വെറൈറ്റീസ് ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന വൈഡ് ആയിട്ടുള്ള ഒരു മെനു തന്നെ നമുക്കുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതും അതിന് വേണ്ടിയുള്ള സ്റ്റാഫും എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി. സാധാരണ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണാത്ത രീതിയിൽ അത്രയും വെറൈറ്റീസ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? അതെ. അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരാളിപ്പോ ഞാനിപ്പോ ഒരു സ്ഥലത്ത് കണ്ണൂർ ഒരെണ്ണം എനിക്ക് തുടങ്ങുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ലൈസൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുമോ? ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം. അത് എല്ലാ ഫുഡ് ഓപ്പറേറ്റേഴ്സും എടുക്കേണ്ടതാണ്. രണ്ടാമത്തെ, നിങ്ങൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഷോപ്പ് എവിടെയാണോ, ബിസിനസ് എവിടെയാണോ, അവിടുത്തെ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷന്റെ ലൈസൻസും, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസ്, അങ്ങനത്തെ ലൈസൻസുകളും കൂടി ആവശ്യമായിട്ട് വരും. അത് നമ്മൾ തന്നെ ചെയ്ത് വെക്കുക അല്ലേ? കോർപ്പറേഷൻ ലൈസൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസിന്റെ ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളെ അറിയിച്ചാൽ ആ സപ്പോർട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന വളരെ തുച്ഛമായ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് സംരംഭം തുടങ്ങാൻ സാധിക്കും. ചെറിയ ഔട്ട്ലെറ്റ്, ചെറിയ കിയോസ്ക് ആണെങ്കിൽ പോലും വലിയൊരു മാർജിനിൽ തന്നെ നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാം. അത് മാത്രമല്ല ഇതിന് വലിയൊരു സ്പേസ് ഒന്നും ആവശ്യമില്ല അല്ലേ? ഇല്ല. ഇത് നമുക്ക് എവിടെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഫോർ എക്സാമ്പിൾ, നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ അവരുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ പ്രിമൈസിൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബീച്ചുകളിൽ, പക്ഷെ അവിടുത്തെ അതോറിറ്റിയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ ബീച്ചുകൾ, മോളുകൾ, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഇത് സ്റ്റാർട്ട് ചെയ്താൽ വലിയൊരു ബെറ്റർ ആയിരിക്കും, വരുമാനത്തെ നിങ്ങൾക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇതിപ്പോ ഓൾറെഡി ഇപ്പം ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റോ കണക്റ്റഡ് ആയിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അവിടെ തുടങ്ങാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കും? അതായത് അവർക്ക് കാർട്ട് ആവശ്യമില്ല, പ്രോഡക്റ്റ് മാത്രം കൊടുക്കണം, അങ്ങനെയും കൊടുക്കും നിങ്ങൾ? ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട് എങ്കിൽ അവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കാവുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മോമോസും നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഇൻ കേസ് അതിന് പറ്റിയ സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും വലിയൊരു സെൻട്രൽ കിച്ചൺ നമ്മുടെ കേരളത്തിൽ മോമോസിന് വേണ്ടി മാത്രമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ വന്ന സമയത്താണ് അറിയുന്നത്. നിങ്ങൾ കണ്ടല്ലോ എത്ര ടൈപ്പ് മോമോസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതേപോലെ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ മോമോസ് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു കമ്പനി. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.